ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് സോപ്പ് കഷ്ണങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ട് വേസ്റ്റ് ആക്കി കളയുന്ന ബാക്കിയുള്ള സോപ്പ് കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം ടിപ്സുകൾ ചെയ്യാമെന്നുള്ള ചെറിയ ചെറിയ ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്കിന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് ബർണറിൽ ഇതേപോലെ സ്റ്റക്കായി, പഴയ ബർണറൊക്കെ നമുക്ക് സ്റ്റക്കായി ഇരിക്കുമ്പോഴത്തേനും അത് എടുക്കുന്നതിന് ഇതേപോലെ ഒന്ന് കത്തിച്ചിട്ട് ചൂടായതിന് ശേഷം ചെറിയൊരു കത്തി വെച്ചിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗവും കണ്ടോ, അതിൻ്റെ ആ ഗ്യാസ് ലീക്കായിട്ട് തീ ആളിക്കത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതേപോലെ നമുക്ക് സ്റ്റക്കായിരിക്കുന്നതുകൊണ്ട് ഇതേപോലെ കത്തിച്ചതിന് ശേഷം ആ ബർണറൊക്കെ പഴയ ബർണറാണ്ട് സ്റ്റക്കായിരിക്കും. അപ്പോൾ അതൊന്ന് കത്തി വെച്ചിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സോപ്പ് കഷ്ണം വെച്ചിട്ട് ആ ബർണറിൻ്റെ ചുറ്റുഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ആ സ്റ്റാൻഡിലും ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ആ ഇടയിൽ കൂടെ ലീക്കാവുന്ന ആ തീയൊക്കെ ഇല്ലാതായിട്ട് നല്ല രീതിയിൽ കത്തും. പിന്നെ ബർണർ ഒരുപാട് പഴക്കമുണ്ടെങ്കിൽ മാറ്റണം കേട്ടോ. ഇതിപ്പം നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്, നമുക്ക് മാറ്റാനുള്ള സമയമായി. എന്നാലും മാറ്റാൻ പെട്ടെന്ന് പറ്റിയില്ല എങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്തു കൊടുത്തിട്ട് കത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയിൽ കൂടെ ഗ്യാസ് ഒന്നും ലീക്കാവാതെ കണ്ടോ കത്തും. പിന്നെ ആ തീ ആളിക്കത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ബർണർ പൊട്ടലുണ്ട് കേട്ടോ. ആ പൊട്ടലുള്ളതുകൊണ്ടാണ് തീ മുകളിലോട്ട് ആളിക്കത്തുന്നത്. ആ ചുറ്റുഭാഗത്തും തീ ലീക്കാവില്ല. അപ്പം കുറച്ച് ദിവസമൊക്കെ ഇതേപോലെ അത്യാവശ്യം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ബർണർ മാറ്റേണ്ടതാണ്. അതേപോലെ നമുക്ക് ഇതിനകത്ത് കറിയൊക്കെ വെച്ച ആ ഭാഗത്ത് കരിഞ്ഞു പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ദോശ ഇട്ടാലും കരിഞ്ഞു പിടിക്കും. പിന്നെ ഇതേപോലെ തട്ടൊക്കെ നമുക്ക് മാറ്റിയിടാവുന്നതാണ് കേട്ടോ. തട്ടൊക്കെ തുരുമ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മാറ്റി അതിൻ്റെ സ്റ്റാൻഡും തട്ടും എല്ലാം നമുക്ക് മാറ്റിയിടാം. എന്നിട്ട് നമുക്ക് ബർണറും എല്ലാം മാറ്റിയിടാം കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാം. ബർണർ അതേപോലെ അതിൻ്റെ ആ സ്റ്റാൻഡ് കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റിയിടാം. ഇതിപ്പോൾ എന്താണ്, ബർണർ മാത്രമാണ് നമുക്ക് കംപ്ലൈൻറ്റ്. ഇപ്പോൾ ബർണർ ആ മുകൾ ഭാഗം പൊട്ടിയിരിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് പുതിയ ബർണർ അതിനകത്തോട്ട് മാറ്റിയിടാം. ഇനി സ്റ്റാൻഡ് നമുക്ക് പ്രശ്നമാണെങ്കിൽ അതേപോലെ തന്നെ സ്റ്റാൻഡും മാറ്റിയിടാവുന്നതാണ്. അപ്പോൾ സ്റ്റാൻഡിനാകുമ്പോൾ ഇതേപോലെ അത് ചുറ്റുഭാഗത്ത് പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് നിറയെ കരി അടഞ്ഞിരിക്കുന്നുണ്ട്. ഈ കരി അടഞ്ഞാലും നമുക്ക് മുകളിലോട്ട് മഞ്ഞത്തീ വരും. അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പ് എടുത്ത് കമഴ്ത്തി തട്ടുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ആ സ്റ്റാൻഡ് ഒന്ന് സ്ക്രൂ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതേപോലെ പൊട്ടൽ വല്ലതും ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് മാറ്റിയിടാം. ഇല്ലെങ്കിൽ അത് തന്നെ നമുക്ക് ഇട്ടേച്ചാൽ മതി. അതിനകത്തുള്ള ആ പൊടിയെല്ലാം എടുത്ത് തട്ടിക്കളയണം. കാരണം നമ്മൾ കത്തിക്കുമ്പോഴത്തേനും നമുക്ക് മുകളിലോട്ട് മഞ്ഞ കളർ വന്നിട്ട് അടുപ്പൊക്കെ തീയൊക്കെ മഞ്ഞ കളറാകാനൊക്കെ ചാൻസ് ഉണ്ട്. അല്ലെ ഇതേപോലെ ബർണർ മാറ്റിയിട്ട് കൊടുത്താൽ മാത്രം മതി. സ്റ്റാൻഡിന് കുഴപ്പമില്ല എങ്കിൽ ആ ബർണർ ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ തട്ട് കണ്ടോ, ഈ തട്ട് എല്ലാം നമുക്ക് മാറ്റിയിട്ടിട്ട് പുതിയ തട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെറുതെ പൈസ കളഞ്ഞ കാര്യമില്ല. നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന ചെറിയ പണികളൊക്കെ ഉള്ളൂ ഇത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റാൻഡിന് കുഴപ്പമില്ലാത്തതുകൊണ്ട് ബർണർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡ് ഇതുണ്ട്, ഇതേപോലെ ഒരു സ്ക്രൂവിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് മുറുക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ബാക്കി വന്ന സോപ്പ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഗ്രേറ്റർ എടുക്കുക കേട്ടോ. അപ്പോൾ പഴയ ഗ്രേറ്ററാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്തൊരു ഗ്രേറ്റർ കിടന്ന് അതിനകത്താണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുളിച്ചിട്ട് ഇതേപോലെ ബാക്കി വരുന്ന സോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഇത് കിഴി കെട്ടിയിട്ട് ഒരു തുണിയിൽ വെച്ചിട്ട് കിഴി കെട്ടിയിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് തേച്ചെടുക്കാം. അതല്ലെങ്കിൽ ആ കിഴി നമ്മൾ കെട്ടിയിടുകയാണെങ്കിൽ ടാപ്പിൻ്റെ ഭാഗത്ത് കെട്ടിയിടുകയാണെങ്കിൽ നമ്മൾ മീനൊക്കെ മുറിച്ചതിന് ശേഷം നമുക്ക് കൈയൊക്കെ കഴുകണമെങ്കിൽ ആ ഒരു കിഴിയിൽ നമ്മളൊന്ന് തൊട്ടാൽ മതി. നല്ലൊരു മണമല്ലേ നമ്മൾ സോപ്പ്. അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട. ഇതേപോലെയൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു പാത്രത്തിനകത്തോട്ടിട്ടിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു സോപ്പ് നമുക്കൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ ആ വെള്ളത്തിനകത്തെല്ലാം അലിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് ഹാൻഡ് വാഷിന് പകരമായിട്ട് നമുക്ക് ഹാൻഡ് വാഷിൻ്റെ പഴയ കുപ്പിയെല്ലാം ഉണ്ടെങ്കിൽ അതിനകത്തോട്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ ഒന്ന് കഴുകണമെങ്കിലൊക്കെ നമുക്ക് മീനൊക്കെ മുറിച്ചതിന് ശേഷം ഒന്ന് കഴുകാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇതേപോലെ തണ്ട കുറച്ച് ഒരു തുണിയിൽ ഇതേപോലെ കിഴി കെട്ടി ടാപ്പിൻ്റെ ഭാഗത്ത്, ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് ടാപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് കെട്ടി തൂക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മീനൊക്കെ കണ്ടിച്ച് അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേന് പിന്നെ നമ്മൾ പാചകമൊക്കെ കഴിഞ്ഞതിന് ശേഷം കൈയൊക്കെ വൃത്തിയാക്കണമെങ്കിൽ ഇതിനകത്തൊന്ന് ഒന്ന് പിടിച്ചു കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും. പതയും നല്ല രീതിയിൽ കിട്ടും കേട്ടോ.
അപ്പോൾ നമ്മൾ ഇതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ എണ്ണമയോ ഇതൊക്കെ ആണെങ്കിൽ ഇത് വെച്ച് ഒന്ന് തേച്ച് കൊടുക്കുക. ഒന്ന് നനച്ചതിന് ശേഷം ഒന്ന് വെള്ളം നനച്ച് കുടയുക. ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗം ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് ഇത് വെച്ചൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ പുറത്തുള്ള എണ്ണമയവും ആ വിഴുക്കും എല്ലാം പോയിട്ട് ഗ്യാസ് അടുപ്പ് നല്ല പുതിയതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാനൊക്കെ ഉപയോഗമാണ്. അതേപോലെ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി കഴുകുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു കിഴിയിട്ട് കൊടുക്കുകയാണെങ്കിലും വാഷിംഗ് മെഷീൻ്റെ അകത്ത് നല്ല ആ തുണിക്കൊക്കെ എന്നിട്ട് നല്ലൊരു മണം കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ കഴുകുന്നതിന് നമുക്ക് അതെടുത്ത് മാറ്റി കൊടുക്കുക. അപ്പോൾ തുണിക്കൊക്കെ ഒരു നല്ല മണം കിട്ടും. എന്നിട്ട് നമുക്ക് ആ കിഴിയെടുത്ത് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതാണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം മൊത്തം അത് വെച്ചൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ കണ്ടോ വാഷിംഗ് മെഷീനിൽ നമുക്ക് ഇതേപോലെ ഒരു കിഴിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കഴുകി രണ്ടാമത്തെ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമുക്കത് മാറ്റുകയാണെങ്കിൽ ആ തുണിക്കൊക്കെ നല്ലൊരു മണം കിട്ടും കേട്ടോ. ഒരു ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടും. വാഷിംഗ് മെഷീനിലാണെങ്കിലും നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഇതേപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് കഴുകലിന് തന്നെ ആ ഒരു കിഴി മാറ്റി കൊടുത്താൽ മതി. അതേപോലെ തന്നെ സിങ്കൊക്കെ തേച്ച് കഴുകുന്നതിനൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു സോപ്പ് മതി. അതേപോലെ സിങ്കിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല മീനൊക്കെ മുറിച്ചതിന് ശേഷം ഇതേപോലെ പെട്ടെന്ന് കൈയൊക്കെ കഴുകാനൊക്കെ വളരെ എളുപ്പമാണ്. അതേപോലെ നല്ലൊരു മണവും കിട്ടും. കിച്ചണിലൊക്കെ നല്ലൊരു മണമായിരിക്കും. അതേപോലെ സിങ്കിനകത്തുള്ള ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ ഡിഷ് വാഷിൻ്റെ ആവശ്യമില്ല. ഇതേപോലെ ബാക്കി വരുന്ന സോപ്പ് നമുക്ക് ഹാൻഡ് വാഷായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് ഇതേപോലെ ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഹാൻഡ് വാഷിൻ്റെ പഴയ കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ അതുകൊണ്ട് കാണിച്ചു തരാം. ഇതേപോലെ കുറച്ച് മാത്രം മതി കേട്ടോ. അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടും. അതേപോലെ നമ്മളെ ഗ്യാസ് അടുപ്പിൻ്റെ ബർണർ നമുക്ക് കഴുകിയെടുക്കാം. ഇതിനകത്തിട്ടിട്ട് അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ തിളച്ച് അലിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഗ്യാസ് ബർണർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഫുഡിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ അതിനകത്ത് അടിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിനകത്ത് തിളയ്ക്കുമ്പം തന്നെ അതെല്ലാം ഇറങ്ങിപ്പോവും. എന്നിട്ട് നമുക്ക് ഒന്ന് ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് തേച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ അതാണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ അതാണ്ട് നല്ല രീതിയിൽ സോപ്പൊക്കെ അതിനകത്തോട്ട് വെള്ളത്തിനകത്തോട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബർണർ എടുത്ത് മാറ്റിയതിന് ശേഷം ഒന്ന് ബ്രഷ് വെച്ചൊന്ന് തേച്ച് എഴുതിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. വളരെ ചെറിയ ടിപ്സുകളാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇത് നോക്കാം. ഇതിപ്പോൾ നമുക്ക് തൊണ്ടേ അതിനകത്തുനിന്ന് ബർണർ എടുത്തിട്ട് ഒന്ന് തേച്ച് കഴുകിയെടുക്കാം. ഇപ്പോൾ തന്നെ അതിൻ്റെ ആ അഴുക്കും വേസ്റ്റും എല്ലാം അതിനകത്തോട്ട് ഇറങ്ങിക്കാണും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. സിങ്ക് കഴുകാം, വാഷ് ബേസിൻ കഴുകാം. അതുപോലെ നമ്മുടെ സിങ്കിനകത്ത് ഒഴിക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ലെല്ലാം മാറിയിട്ട് നല്ലൊരു മണം കിട്ടും. ഇപ്പോൾ 2 ബർണറും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനകത്തുള്ള ആ ഒരു അഴുക്കും കാര്യങ്ങളെല്ലാം പോയിട്ട് ബർണർ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഈ വെള്ളം നമുക്ക് ഹാൻഡ് വാഷിൻ്റെ ഏതെങ്കിലും പഴയ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൈ കഴുകാനാണേലും ഇതേപോലെ നമ്മൾ കിച്ചണിൽ ഇരിക്കുമ്പോഴത്തേന് പെട്ടെന്ന് നമ്മൾ മീനൊക്കെ മുറിച്ചതിന് ശേഷം കൈ കഴുകാനാണേലും എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യുകയും ചെയ്യാം. അത് മാത്രമല്ല നല്ലൊരു മണമായിരിക്കും. അപ്പം എല്ലാ ബാക്കി വരുന്ന സോപ്പൊക്കെ ഇതേപോലെ ചെയ്ത് വെക്കുക. കണ്ടോ നമുക്കിതേപോലെ വാഷ് ബേസിൻ്റെ ഭാഗത്ത് വേണേലും കൊണ്ടുവയ്ക്കാം കേട്ടോ. കൈ കഴുകാനൊക്കെ നല്ലൊരു മണമായിരിക്കും. ഇനി നമുക്ക് സിങ്ക് കഴുകാനൊക്കെ എടുക്കാം. സിങ്കിനകത്തുള്ള എണ്ണമയെല്ലാം പോകുന്നതിന് കണ്ടോ നല്ലൊരു സാധനം തന്നെയാണിത്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ കൊച്ചു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.